ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് ആണ്. അതായത് കമ്പനി ബോർഡ് അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഉൾപ്പെടെ 18 തസ്തികയിലോട്ടുള്ള PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ട് 15-ാം തീയതി മുതൽ PSC വിജ്ഞാപനം വരുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ സിലബസുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പനി ബോർഡ് അക്കൗണ്ടൻറ്റ്, വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഉൾപ്പെടെ 18 തസ്തികയിൽ PSC വിജ്ഞാപനം 15-ന് ഈ മാസം 15-ന് വിജ്ഞാപനം വരുന്നു. ഗസറ്റ് തീയതി 15/9/2025. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 15, രാത്രി 12 വരെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പനി ബോർഡ്, കോർപ്പറേഷൻ ബോർഡ് അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, ക്ലർക്ക്, അതുപോലെ തന്നെ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിൽ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 18 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള തസ്തികകൾ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അതുപോലെ തന്നെ കമ്പനി ഓർ ബോർഡ് അക്കൗണ്ടൻ്റ് ആണ് മെയിനായിട്ടുള്ള ഇത് വരുന്നത്. ഇനി നമുക്ക് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. ഈ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് നിലവിലെ റാങ്ക് ലിസ്റ്റ് 2026 ഡിസംബർ 20-ന് അവസാനിക്കും. അപ്പോൾ കഴിഞ്ഞ വട്ടം അത് 26 ഇപ്പം നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് 2026 ഡിസംബർ 30-ന് അവസാനിക്കും. ഇപ്പം നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ വിജ്ഞാപനം വന്നത് 2021 ഡിസംബർ 30-നായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം 15-ാം തീയതി വിജ്ഞാപനം വരുവാണ്. പുതിയ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ നിയമനം ഇതുവരെ 42 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പം നിലവിലെ ലിസ്റ്റിൽ കേട്ടോ. അത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സാണ്, SSLC ആണ്. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ യോഗ്യത എലിജിബിലിറ്റി SLC ആണ്. അതുകൂടാതെ തന്നെ ഫിസിക്കലും ഉള്ളൊരു എക്സാമാണ്. പ്രിസൺ ഓഫീസറാണ്, ജയിൽ വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫിസിക്കലും നോക്കുന്നതാണ്, ഫിസിക്കൽ ടെസ്റ്റും ഉള്ള എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിലബസ് നമുക്ക് നോക്കിപ്പോകാം. ഇത് 2021 നടന്ന പരീക്ഷയുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ 2021 നടന്ന പരീക്ഷയുടെ സിലബസാണ്. ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും ഇനി വരുന്ന പരീക്ഷയ്ക്കും. അതായത് നമ്മൾ എല്ലാം പോലെ ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 4 മാർക്ക്, ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3, കല, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ അതായത് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ 10 മാർക്ക്, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് കേട്ടോ. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ്. നമുക്കറിയാം സിവിൽ പോലീസ് ഓഫീസ് CPO പോലെയും അതുപോലെ തന്നെ BFO പോലെയും എക്സൈസ് പോലെയൊക്കെ ഈ ഒരു പ്രിസൺ ഓഫീസറിനും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിനും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. ആ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. സിലബസ് പ്രകാരം ഏതൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ളത് നോക്കിപ്പോവാം. സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് കേരള ജയിൽ വകുപ്പിൻ്റെ ഘടനയും പ്രവർത്തന രീതികളും 5 മാർക്കാണ് കേട്ടോ. അപ്പം സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ് വരുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് പഠിക്കേണ്ടത് കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളും 5 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 5 മാർക്ക്, വിവരാവകാശ നിയമം 2005 5 മാർക്ക്, അതുപോലെ തന്നെ മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ 5 മാർക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിന് വരുന്നത്. അതിൽ കേരള ജയിൽ വകുപ്പ് ആക്ടിലെ ഘടനയും പ്രവർത്തന രീതികളും 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ അതിനകത്തുനിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 5 മാർക്കാണ് അതിൽ നിന്നും ചോദിക്കുന്നത്. വിവരാവകാശ നിയമം 2005 5 മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെ മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ 5 മാർക്ക്. അപ്പോൾ മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട നമുക്കതിനകത്ത് തന്നിട്ടുണ്ട് സിലബസിൽ തന്നെ. മനുഷ്യ സ്വഭാവവും പ്രതികരണങ്ങളും, അതുപോലെ തന്നെ മനോവിശ്ലേഷണ സിദ്ധാന്തം, അതുപോലെ തന്നെ ആക്രമണോത്സുകത, അതുപോലെ തന്നെ ഇച്ഛാഭംഗം, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വ്യക്തിയും സമൂഹവും, അതുപോലെ തന്നെ സംയോജനം അഡ്ജസ്റ്റ്മെൻറ്റ്, അഭിപ്രേരണ മോട്ടിവേഷൻ, ബുദ്ധി, ബഹുമുഖ സിദ്ധാന്തം അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ സിലബസ് ആയിട്ട് വരുന്നത്. ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് 15-ാം തീയതിയാണ്. ഈ മാസം 15-ാം തീയതി മുതൽ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കേട്ടോ. ഞാൻ സിലബസ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് പറഞ്ഞത്. സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ് വരുന്നത്. കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളും 5 മാർക്ക്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം
5 മാർക്ക്, വിവരാവകാശ നിയമം 5 മാർക്ക്, മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ 5 മാർക്ക്, അങ്ങനെ ടോട്ടൽ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല, നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ. ഇതിപ്പം നിലവിലിപ്പം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് മാക്സിമം കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസർ നല്ലൊരു ജോലി തന്നെയാണ്. ഒരു SSLC ക്വാളിഫിക്കേഷനുള്ള നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസറിൻ്റെ വിജ്ഞാപനമാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഈ വർഷം തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസർ, അതായത് ആൺകുട്ടികൾക്ക് എഴുതാൻ സാധിക്കുന്ന മെയിലിന് വേണ്ടിയുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസറുടെ നോട്ടിഫിക്കേഷനും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ 15-ാം തീയതി ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസറിൻ്റെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ. 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി. ക്വാളിഫിക്കേഷൻ SSLC ആണ്. പിന്നെ ശാരീരിക യോഗ്യതകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇതായിട്ട് വരും. പിന്നെ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. നമ്മുടെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് നമ്മുടെ റിസർവ്ഡ് കമ്മ്യൂണിറ്റീസിന്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ SSLC ആണ് ക്വാളിഫിക്കേഷൻ. ഈ മാസം 15 മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസർ വരുന്നത് കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ LDC അതുപോലെ തന്നെ ബാക്കി നമ്മുടെ സിലബസ് തന്നെ ആ ഒരു ടൈപ്പ് സിലബസ് തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ടുള്ളത് കേട്ടോ, നമ്മുടെ CPO പോലെ തന്നെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു നല്ലൊരു പോസ്റ്റാണ്. അപ്പം ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ആണ്. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ക്ലാസ്സസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഇപ്പം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അതോടൊന്ന് കാണാൻ ശ്രമിക്കുക. അത് BFOയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. വളരെയധികം ഉപകാരപ്രദമാകുന്ന വളരെ രസകരമായ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ വെക്കുക. അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനോട് ശ്രമിക്കുക. താങ്ക് യു ഓൾ.